ഒച്ച കേൾക്കും. കങ്കൂറയും ടെമരയും വാതിൽ തുറന്ന് എന്താന്ന് ചോദിക്കുമ്പോ പാതി കർട്ടനിട്ട് മുഖം മറിച്ച നമ്മുടെ ചേട്ടൻ അവനെ നോക്കാൻ ഏൽപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുകയാണോന്ന് അവൻ ചോദിക്കും. പെട്ടെന്ന് ടെൻഷനായിട്ട് ഓടി വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോ അവിടെ ഗാരെ കാണില്ല. ഇനി എന്ത് ചെയ്യുന്നും പറഞ്ഞ് മൂകമായിട്ട് ആലോചിക്കുമ്പോ പാതി കർട്ടനിട്ട ചേട്ടൻ എന്തോ ഒരു കുഴപ്പം വരാനിരിക്കുന്നുണ്ടെന്ന് മനസ്സിൽ കണക്ക് കൂട്ടും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് നാറ പയ്യൻ ഹോസ്പിറ്റലിന്റെ വേറൊരു സ്ഥലത്ത് നിന്ന് ഇവനിനി എണീക്കോ, ഇവന്റെ കാറ്റ് ഇനി തിരിച്ചു കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ബെഡിലേക്ക് നോക്കുമ്പോഴായിരിക്കും നറൂട്ടോ കുട്ടപ്പൻ അവിടെ കിടക്കുക. കുട്ടപ്പൻ ക്ഷീണം മുഴുവൻ കൂർക്കം വലിച്ച് ഉറങ്ങി തീർക്കാണ്. ഇവിടെ സീൻ കട്ട് ചെയ്താല് സാക്കുറ ആവട്ടെ വീണ്ടും പൂക്കടയിൽ വന്നിട്ട് വെള്ളപ്പൂ പിച്ചെടുക്കാൻ നോക്കുമ്പോ സാസുക വന്നിട്ടില്ല എന്നൊരു അശരീരി പുറത്തുനിന്ന് കേൾക്കും. അത് മറ്റാരുമല്ല, ഈനോ പെണ്ണ്. തീർച്ചയായിട്ടും സാസുക ഹോസ്പിറ്റലിൽ എത്തിയാല് ആ ഇൻഫർമേഷൻ എനിക്ക് കിട്ടും. അപ്പൊ പറിച്ചാ പോരെ റീത്തും ബൊക്കെയൊക്കെയും ചോദിക്കുമ്പോ ഇത് സാസുകയ്ക്കല്ല, ലേക്കാണ്. ലാസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് പോലും അവൻ എക്സസൈസ് ചെയ്തു. അവനെ എനിക്ക് ഒന്നുകൂടെ വിഷയാണെന്നും പറഞ്ഞ് അവൾ വീണ്ടും വെള്ളപ്പൂ പറിച്ചെടുക്കും. ഏ ഏ എന്ന് ചിരിച്ചുകൊണ്ട് ഈനോ ആവട്ടെ അവളെ യാത്ര അയക്കും. അതേ സമയത്ത് ഹോസ്പിറ്റലില് ലോങ് ഷോട്ടില് കോഞ്ചറിങ് പോലത്തെ എന്തോ ഒരു രൂപം കാണും. നറൂട്ടോ കുട്ടപ്പൻ പയ്യെ പയ്യെ ഞെരങ്ങി അവന്റെ കണ്ണു തുറന്ന് എന്തു പറ്റി, ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്തു പറ്റി എന്നൊക്കെ നാറയുടെ അടുത്ത് ചോദിക്കും. നീ ഉറങ്ങാൻ തുടങ്ങിയിട്ട് 3 ദിവസമായെന്ന് നാറ പറയുമ്പോ വെട്ടിത്തെറിച്ച് കുട്ടപ്പന്റെ രണ്ട് കണ്ണും പുറത്തേക്ക് തള്ളും. വാട്ട്, 3 ദിവസോ? അപ്പൊ ഫൈറ്റ് എന്നാണെന്ന് ചോദിക്കുമ്പോ അത് നാളെയാണെന്ന് നാറ മറുപടി പറയും. ദേഷ്യം കയറിയ കുട്ടപ്പനാവട്ടെ അവന്റെ കോളറിൽ പിടിച്ചു ഞെരുക്കി എവിടെയാ അമ്മാവൻ, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ തീർച്ചയായിട്ടും അവൻ വേണമെന്ന് പറഞ്ഞ് അവൻ പല്ല് കടിക്കും. നറൂട്ടോ കുട്ടപ്പനാണെങ്കിൽ തിരികെ ബെഡിൽ കയറി അവന്റെ ഡ്രസ്സൊക്കെ തപ്പിപ്പെറുക്കും. ഇവൻ ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്നും പറഞ്ഞ് നാറ അവനെ വഴക്കു പറഞ്ഞ് നേരെ ഇരിക്കാൻ ആവശ്യപ്പെടും. പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുന്നതും ഒരു നല്ല എക്സസൈസ് തന്നെയാണെന്നും പറഞ്ഞ് നാറ അവനെ സമാധാനിപ്പിക്കാനും ശ്രമിക്കും. 2 മിനിറ്റ് അനങ്ങാതിരുന്ന് നമ്മുടെ കുട്ടപ്പനാവട്ടെ തേങ്ങി തേങ്ങി കരയാൻ ആരംഭിക്കും. നാറ കാര്യം അന്വേഷിക്കുമ്പോ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അണ്ണൻ കരയും. അതിന് കരയേണ്ട കാര്യമുണ്ടോ, ചോദിച്ചാ പോരെന്നും പറഞ്ഞ് ഒരു കൂടെ ഫ്രൂട്ട്സ് അവന്റെ മുമ്പിൽ വെക്കുമ്പോ കുട്ടപ്പൻ തന്നെ ഒന്ന് അതിശയിക്കും. ആക്ച്വലി നാറ ഈ ഫ്രൂട്ട്സ് വാങ്ങിച്ചത് ചോച്ചിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇനി അവന് ഫുഡ് കൊടുക്കാൻ പാടില്ലാന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ കുട്ടപ്പന് കൊടുത്തത്. അപ്പൊ ചോച്ചിക്കും സുഖമില്ലേന്ന് നറൂട്ടോ കുട്ടപ്പൻ ചോദിക്കുമ്പോ അതിന് നാറപ്പയ്യൻ നീ എന്താ ഉദ്ദേശിക്കണേ, അവൻ അടി കിട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതല്ല, ബാർബിക്യൂ കുത്തിക്കയറ്റി കക്കൂസിന് വിശ്രമമില്ലാതായപ്പോഴാണ് അവനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് നാറ് പറയും. ഇത് കേൾക്കേണ്ട താമസം പൊട്ടിച്ചിരിച്ച് നമ്മുടെ കുട്ടപ്പനാവട്ടെ ഓരോന്നോരോന്നായിട്ട് എടുത്തു തിന്ന് നമ്മുടെ ചോച്ചിയെ കൊതിപ്പിക്കും. സാക്കുറ ഇതേ സമയം ഹോസ്പിറ്റലിൽ എത്തുമ്പോ അവിടെ ഒരു പട്ടിക്കുറുക്കനും ഉണ്ടാവൂല. സാരമില്ല, നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് പേരെഴുതി അവന്റെ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞ് അവള് റിസപ്ഷനിൽ പേരെഴുതുമ്പോ പുറകില് ലോങ് ഷോട്ടിലായിട്ട് നേരത്തെ കണ്ട അതേ നിഴല് അവളുടെ മുൻപിലേക്ക് വരും. 1 മിനിറ്റ് ഷോക്കായിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോ ആരും ഉണ്ടാവില്ല. സാക്കുറ വീണ്ടും അത് മൈൻഡ് ചെയ്യാതെ ലീയുടെ റൂം ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ച് തപ്പി കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോ ആ ഒരു നിഴല് വീണ്ടും അവളെ ഫോളോ ചെയ്യും. ലീയുടെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമിച്ച് നമ്മുടെ പെങ്കുച്ച് നോക്കി നിൽക്കുമ്പോ ഇവിടെ ചോച്ചിപ്പയ്യനാവട്ടെ കറക്റ്റ് സമയത്ത് ഡോറിന്റെ മുൻപിലേക്ക് ഒരു പഴക്കൊട്ടയും കൈയും മാത്രം ചോദിച്ചു കാണും. ഹേയ് നാറ, ഇത് നീയല്ലേ, മര്യാദയ്ക്ക് ഇങ്ങ് അടുത്തു വാന്നും പറഞ്ഞ് ചോച്ചി വിളിക്കുമ്പോ സാക്കുറ ലീയം കണ്ട് പൂവും വെച്ച് അവിടുന്ന് പുറത്തേക്ക് നടന്നു പോകും. സാക്കുറ പതിയെ പതിയെ പുറത്തേക്ക് ഇറങ്ങുമ്പോ വീണ്ടും അവളുടെ പിന്നാലെ അതേ നിഴല് വരും. പക്ഷെ ഇത്തവണ അവള് രക്ഷപ്പെടും. സേഫായിട്ട് പുറത്തേക്ക് പോകുമ്പോ ഇവിടെ ലീഡർ റൂമിലേക്ക് മറ്റൊരാൾ വരും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഗാറ. ലാസ്റ്റ് ടൈം ഫൈറ്റ് ചെയ്ത് ഗാറയാണ് അവൻ ഈ രൂപത്തിലാക്കിയത്. പക്ഷെ എന്തിനാണ് മൈഗായ് അവരുടെ ഫൈറ്റിനിടയിൽ കയറി നിന്നത്? ഒരുപക്ഷെ ഞാനിവനെ കൊല്ലാതിരിക്കാൻ വേണ്ടി ആയിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോ ഗാറയ്ക്ക് ദേഷ്യം വന്ന് അവന്റെ രൂപം ഒരു ഭൂതത്തെ പോലായിത്തീരും. വീണ്ടും വീണ്ടും അവന്റെ മനസ്സിലേക്ക് ഒരുപാട് ഫ്ലാഷ് ബാക്ക് വരുമ്പോ തല പൊട്ടുന്ന വേദനയില് മണ്ണ് മാന്തി കീറുന്ന പവറില് അവൻ ലീനെ തന്നെ കൊല്ലാനായിട്ട് വരും. പതിയെ മണ്ണ് മുഴുവൻ സ്പ്രെഡാക്കി അവനെ ചുറ്റി കൊല്ലാനായിട്ട് അവന്റെ കൈ കറക്കി എടുക്കുമ്പോ പെട്ടെന്ന് അവന്റെ കൈ സ്റ്റക്കാവും. അടുത്ത സെക്കൻഡില് മോന്തക്കിട്ട് നല്ലൊരു ഇടിയും കിട്ടും. ഇതാരാണെന്ന് പറഞ്ഞ് കണ്ണു തെളിച്ച് നോക്കുമ്പോഴായിരിക്കും മറ്റാരുമല്ല നമ്മുടെ ഹീറോ നറൂട്ടോ ഒസുമാക്കി. യഥാർത്ഥത്തില് നാറ ഷാഡോ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവനെ തടുത്തു നിർത്തിയിരിക്കുന്നത്. ഗാറയ്ക്ക് അടി കൊള്ളുമ്പോ ഇവിടെ നാറയ്ക്കും സെയിം എഫക്റ്റിൽ അടി കിട്ടും. കറക്റ്റ് സമയത്ത് കുട്ടപ്പൻ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ ലീയുടെ കാര്യം ഇതോടെ തീരുമാനമായനെ. നറൂട്ടോ കുട്ടപ്പൻ വീണ്ടും നീ എന്തിന് ലീയുടെ റൂമിലേക്ക് വന്നുവെന്ന് അവന്റെ അടുത്ത് ചോദിക്കുമ്പോ അവനെ കൊല്ലാൻ
എന്നേക്കുമായിട്ട് നശിപ്പിക്കാനെന്ന് ഗാറ പറയും. നാരയുടെ കാലുകള് പതിയെ വിറയ്ക്കാനായിട്ട് ആരംഭിക്കും. കാരണം അവന്റെ ജിപ്സ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഗാറയെ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി മത്സരത്തില് നീ അവനെ തോൽപ്പിച്ചതാണ്. പിന്നെ എന്തിന് അവനെ ഫോളോ ചെയ്യുന്നു ചോദിക്കുമ്പോ അതിനുത്തരം എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ലിയെ കൊല്ലണമെന്ന് തന്നെ ഗാറ വീണ്ടും പറയും. നാറയ്ക്ക് അവന്റെ ടെൻഷൻ കൂടി വരും. കാരണം ഗാറ എന്തെങ്കിലും ചെയ്താല് ഇവര് രണ്ടുപേരും മയ്യത്താവും. ഗാറ അവർക്ക് നേരെ തിരിഞ്ഞിട്ട് എന്റെ ഈ ഒരു ശ്രമത്തെ തടുത്താല് തീർച്ചയായിട്ടും ആദ്യം ഞാൻ തീർക്കുന്നത് നിങ്ങളെ ആയിരിക്കും. നറൂട്ടോ പല്ല് കടിച്ച് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കില് നീ ഇങ്ങനെ പറയും. നറൂട്ടോ കുട്ടപ്പന്റെ ഡയലോഗ് കേട്ട് നാറയ്ക്ക് പേടിയാവുമെങ്കിലും ഇങ്ങനെ 5-6 ഡയലോഗ് അടിച്ചാല് തീർച്ചയായിട്ടും ഗാറയൊന്ന് പേടിച്ചേക്കുന്ന് കരുതി നാറയും കുട്ടപ്പനെ പോലെ വലിയ വലിയ ഡയലോഗ് അടിക്കാൻ തുടങ്ങും. നിനക്കറിയില്ലേ എന്റെ പവർ? പ്രിലിമിനറി എക്സാമില് ഞങ്ങളുടെ സ്കിൽസ് ഒക്കെ കാണിക്കുന്നത് നീ കണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചാല് സിമ്പിളായിട്ട് നിന്നെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നാറ വിറച്ച് പറയും. അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ ഓടി രക്ഷപ്പെട്ടോന്ന് നാറ പയ്യൻ പറയുമ്പോ ഗാറയാവട്ടെ അവന്റെ കണ്ണ് തുറപ്പിച്ചു നോക്കി നിനക്ക് ഞാൻ 5 മിനിറ്റ് സമയം തരും. എട്ടും പാണ്ടവും പെറുക്കി ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എല്ല് പെറുക്കി കൂട്ടേണ്ടി വരുമെന്ന് അവർക്ക് വാണിംഗ് കൊടുക്കും. ഗാരയുടെ ലുക്കും നോട്ടവും കാണുമ്പോൾ നാറയ്ക്ക് മനസ്സിലാവും സംഗതി ഒരല്പം പെശകാണെന്ന്. കുട്ടപ്പം വിടാതെ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുമ്പോ നാറ അവനെ തടഞ്ഞ് വെറുതെ ഡയലോഗ് അടിച്ച് അവന്റെ കയ്യിൽ നിന്ന് പണി മേടിക്കരുത്. അവൻ ഒരു മോൺസ്റ്റർ ആണെന്ന് നാറൂട്ടോ കുട്ടപ്പനെ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ യഥാർത്ഥ മോൺസ്റ്റർ എന്റെ ബോഡിയിലാണെന്ന് അവൻ മറുപടി പറയും. അങ്ങനെ രണ്ട് ടീമും വമ്പൻ നോട്ടമൊക്കെ നോക്കിക്കൊണ്ട് മൊരച്ചു നിൽക്കുമ്പോ ഇവിടെ സാക്കുര ആവട്ടെ ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോവാതെ നറൂട്ടോ കുട്ടപ്പനെ തേടി വരും. കുട്ടപ്പന്റെ ബെഡില് അവനെ കാണാതെ അവൾ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ഇവിടെ നമ്മുടെ ആൾക്കാര് മൊരച്ചു നിന്നോണ്ടിരിക്കുകയാണ്. മൊരച്ചു നോക്കി മടുത്ത ഗാറയാവട്ടെ നീ മോൺസ്റ്റർ ആണോ? നിന്നെ കഴിഞ്ഞും വലിയ മോൺസ്റ്റർ ആണ് ഞാൻ. കാരണം അവൻ ജനിച്ച അന്ന് തന്നെ അവന്റെ അമ്മയെ കൊന്നു. അന്ന് തന്നെ അവനൊരു സ്ട്രോങ് നിഞ്ചയായി തീർന്നു. മാത്രമല്ല അവന്റെ അച്ഛൻ നെഞ്ചിപ്സ് യൂസ് ചെയ്തപ്പോ മണലിന്റെ ആത്മാവ് അവന്റെ ബോഡിയിലേക്ക് തന്നെ കയറി. പേടിയും ടെൻഷനും കൂടി നാറയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും തിരിയില്ല. കാരണം ആ ഒരു ഭീകരൻ പിശാചിനെ കുറിച്ച് അവന് നല്ലതുപോലെ അറിയാം. പണ്ട് യുഗങ്ങൾക്ക് മുമ്പ് തന്നെ സാൻഡ് വില്ലേജിലെ ആൾക്കാര് തീയും പുകയും ചിപ്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ ഒരു ഭരണിക്കകത്ത് അടച്ചു വെച്ചത്. കുട്ടികൾ ജനിക്കുന്നതിന് മുൻപേ ഈ ഒരു ജിപ്സു അവർ ചെയ്യാറുമുണ്ട്. അത് കേൾക്കുമ്പോ നമ്മുടെ കുട്ടപ്പന് ചെറിയൊരു ഡൗട്ട് അടിക്കും. ഇനി യഥാർത്ഥത്തില് അവന്റെ ഉള്ളില് അത്തരത്തില് ഒരു മോൺസ്റ്റർ ഉണ്ടോന്ന്. അടുത്ത സീനില് വീണ്ടും ഗാറ അവരെ കണ്ണു തുറച്ച് നോക്കുമ്പോ നാറയാവട്ടെ നിനക്ക് ബന്ധുക്കളൊന്നുമില്ലേ? അവരാരും നിന്നെ സ്നേഹിച്ചിട്ടില്ലേന്ന് ചോദിക്കുമ്പോ എനിക്ക് അവരെല്ലാം വെറും മജ്ജയും മാംസവും രക്തമുള്ള ആൾക്കാർ മാത്രമാണ്. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവര് പോലും നടക്കുന്നതെന്ന് ഗാറ പറയും. ഇതുകൊണ്ട് തന്നെ ഗാറ അവിടുത്തെ ലോഡായി മാറി. ലോർഡ് ഗസിഗയുടെ വളർത്തുമകനായി മാറി. അവരെനിക്ക് പവർ തന്നു. അത് കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചു. എനിക്ക് ട്രെയിനിങ് തന്നു. എന്റെ അച്ഛന് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതിയത്. ആ ഒരു സംഭവം നടക്കുന്നത് വരെ എന്ന് ഗാറ പറയുമ്പോ സംഭവം എന്ത് സംഭവം എന്ന് അതിശയത്തോടു കൂടെ കുട്ടപ്പനും നാറയും ചോദിക്കും. കമോൺ ടെൽ മീ എന്താണെന്ന് സംഭവിച്ചതെന്ന് വീണ്ടും ചോദിക്കുമ്പോ ഗാറയുടെ കണ്ണു തള്ളി അവൻ വീണ്ടും ഒരു പ്രേതത്തെ പോലെ ആവും. എനിക്ക് 6 വയസ്സുള്ളപ്പോ എന്റെ പപ്പ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. നമ്മുടെ പിള്ളേര് ഷോക്കായിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ചോദിക്കുമ്പോ ഞാൻ അവനെ കൊന്നു തള്ളിയെന്ന് ദാക്ഷിണ്യമില്ലാതെ ഗാറ പറയും. കാരണം അന്ന് ഗാറ വളരെയധികം അൺസ്റ്റേബിൾഡ് ആയിരുന്നു. അവന്റെ ഉള്ളിലെ ആ ഒരു ഭൂതം എപ്പോ വേണമെങ്കിലും പുറത്തു വരുമായിരുന്നു. ആ ഒരു മോൺസ്റ്ററിനെ അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പോലും സാധിക്കില്ലായിരുന്നു. അവന്റെ വളർത്തച്ഛൻ അവന്റെ വില്ലേജിലെ തന്നെ ഏറ്റവും ഭീകരൻ ഇവനാണെന്ന് മനസ്സിലാക്കി അവരുടെ നേതാവാക്കി മാറ്റി. അങ്ങനെ ഗ്രാമത്തിലെ ഓരോരോ ആൾക്കാരും നമ്മുടെ ഗാറയെ ബഹുമാനിക്കാനും പേടിക്കാനും തുടങ്ങിയപ്പോഴാണ് ഞാൻ ആരാണ്, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങിയത്. ഇവൻ എന്താണ് പറയാൻ വരുന്നതെന്ന് നാറയ്ക്ക് പിടിയിട്ടില്ല. പക്ഷെ കുട്ടപ്പന് മനസ്സിലാവും ഗാറയും കുട്ടപ്പനെ പോലെ തന്നെ ഒരുവനാണെന്ന്. ഞാൻ ജനിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ കൊല്ലാനാണ്. എന്റെ ജയത്തിനു വേണ്ടി മാത്രമായിരിക്കും ഞാൻ ജീവിക്കുക. ചുരുക്കി പറഞ്ഞ ഗാറയ്ക്ക് അവനെ മാത്രമാണ് ഇഷ്ടം. ബാക്കിയുള്ളവരെ കൊന്നു തള്ളുന്നതിലൂടെ അവൻ ആനന്ദം കണ്ടെത്തും. നറൂട്ടോ കുട്ടപ്പൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത്. അവന് നേർവഴി പകർന്നു കൊടുത്തത് ഇറൂക്ക സെൻസായാണ്. ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് വണ്ടറടിച്ച് നിൽക്കുകയാണ് നമ്മുടെ കുട്ടപ്പൻ. ഇത്രയ്ക്കും ടെററായ ഒരുത്തന്റെ മുൻപിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ആലോചിച്ച് പേടിച്ച് നമ്മുടെ കുട്ടപ്പനാവട്ടെ ബാക്കോട്ട് വലിയുമ്പോ
നാറയ്ക്ക് മനസ്സിലാവും അവന്റെ ഷാഡോ ജിപ്സുവിന്റെ പവർ ഏറെക്കുറെ തീർന്നെന്ന്. ഗാറ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും മണ്ണ് വലിച്ചെടുത്ത് അവരെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. നാറ നറൂട്ടോ നറൂട്ടോ എന്ന് വിളിച്ചു കൂവെങ്കിലും കുട്ടപ്പൻ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. ജീവൻ പോകുന്ന കറക്റ്റ് സമയത്തുമ്പോ പുറകെ നിന്ന് സ്റ്റോപ്പ് ഇറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ഫൈറ്റ് ചെയ്ത് ചാവ്, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന് മൈഗൈ ടെററായിട്ട് പറയും. മൈഗയെ കണ്ട ഉടൻ തന്നെ ഗാറയുടെ തലയില് വേദന സഹിക്കാതെ അവൻ അലറാൻ തുടങ്ങും. അവന്റെ മൈൻഡില് ഏതോ ഒരു പെൺകുട്ടി വന്നും പോയി നിൽക്കുമ്പോ ഗാറയുടെ മണ്ണ് പതിയെ പതിയെ തിരികെ അവന്റെ അടുത്തേക്ക് വരും. കടന്നു പോകുന്ന സമയത്തും ഗാറയാവട്ടെ നിങ്ങളെ കൊല്ലാതെ ഞാൻ അടങ്ങില്ല എന്ന് പറഞ്ഞ് അവരെ തുറിച്ചങ്ങനെ നോക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു.